കരിവേപ്പില. ചന്ദ്രഹാസം വെറും കരിവേപ്പില. സാരല്ല, തീയില് മുളച്ചത് വെയിലത്ത് പാടില്ല. വിഷമിക്കൊന്നും വേണ്ട, സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. വീടില്ലെങ്കിൽ വേണ്ട, നമുക്ക് ആപ്പീസ് ഉണ്ട്, അവിടെ താമസിക്കാം. അല്ലെങ്കിൽ ഹോട്ടലിൽ താമസിക്കാം. എന്താ എന്താ ഒന്നും മിണ്ടാത്ത? സന്തോഷം കൊണ്ടാ. ആ, സന്തോഷായിരിക്കണം. ഇന്നെനിക്ക് സന്തോഷത്തിന്റെ ദിവസമല്ലേ? കേട്ടതും അനുഭവിച്ചൊക്കെ സന്തോഷം. ഈ കാണുന്ന അതിനേക്കാൾ സന്തോഷം. നടക്കട്ടെ. ഞാൻ കുടിക്കണോണ്ടാ? മനസ്സിന്റെ വിഷമം കൊണ്ടാ. മനസ്സിന് സന്തോഷം വന്നാലോ അപ്പോഴും കുടിക്കും. നിങ്ങക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും കുടിക്കണം. ഇതല്ല വേറെ എന്തൊക്കെയുണ്ട് കൂടെ? കൊല ചതിയാണോ നീ ചെയ്തേ? കൊല ചതി. ഇങ്ങനെയാണോ നിന്റെ കല്യാണം നടത്തണേ? എടാ, അത് പറ്റിപ്പോയി. പറ്റിപ്പോയി. പാവം, നല്ല തങ്കക്കുടം പോലെ ഇരിക്കണ പെണ്ണിന് ഒരു തരി സ്വർണം പോലും ഇല്ലാതെ. ഞാൻ അങ്ങനൊന്നും ആലോചിച്ചല്ലോ പോയത്. എടാ, എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എവിടെ സ്വർണത്തിൽ കുളിപ്പിച്ച് കൊണ്ടുവരുമായിരുന്നല്ലോടാ ഞാൻ. സാരമില്ല, ഇപ്പൊ ഒരു കട ഞാൻ തുറപ്പിച്ച് വാങ്ങിയതാ. ഇട്ടും നല്ല ഭംഗിയുണ്ടാവും. വാങ്ങിക്കോ. കലവില്ലാന്ന് ചിലച്ചിരുന്ന നാക്കൊക്കെ എവിടെ പോയി? എന്നാ നീ തന്നെ ഇട്ട് കൊടുക്ക്. എന്നിട്ട് കള്ളം കുടിച്ചിരിക്കാതെ കാര്യങ്ങൾ നോക്ക്. ഇന്ന് ആദ്യ രാത്രിയാ. കലക്ക്. സന്തോഷായടാ, ഭയങ്കര സന്തോഷായി. ഗിരിയേട്ടൻ പോട്ടെ മോളെ. ഗിരിയേട്ടൻ സ്വർഗത്തിലെ കട്ടറുമ്പോ ആവണില്ല. അടിച്ചു പൊളിക്ക്, പൊളിക്കടാ. എന്റെ കൂട്ടുകാരനാ. കൂട്ടുകാരനല്ല, കൂടപ്പുറപ്പാ. എന്നെ ജീവനാ. അയാളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ ആളിത്തിരി രസികനാ. എന്നാ ഇതിട്ടോ. എനിക്ക് സ്വർണത്തോടത്ര ഭ്രമമില്ല. എന്നാലൊരു മാലയെങ്കിലും വേണമല്ലോ. ഞാനത് മറന്നു. ഇത് മാത്രല്ല, പലതും മറന്നു. വിളിച്ചപ്പോ കൂടെ ഇറങ്ങി വന്നത് നിങ്ങളൊരു നല്ല ആളാണെന്ന് എനിക്ക് തോന്നിയിട്ട. പക്ഷെ ഇപ്പൊ എനിക്ക് പേടിയുണ്ട്. എന്തിന്? എന്തെങ്കിലും ഒരിക്കൽ ഏതെങ്കിലും ഒരു ലോറിക്കാരന്റെ കൈ ചെന്നപ്പെടും. എന്റെ ജീവിതം എനിക്ക് പേടിയുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ പെട്ടിരിക്കുകയാണെന്ന്. ഇന്ദ്ര എന്താ ഇങ്ങനെയൊക്കെ പറയണേ? നിന്നെ കണ്ട അന്ന് നീ എന്റെ മനസ്സിൽ കയറി. ശരിക്കും നിന്നെ ഒരു ആലോചനയായിട്ട് വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുവന്നാ വിചാരിച്ചത്. നടന്നെങ്ങനെ? നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കും. എല്ലാ പെണ്ണിന്റെ മനസ്സിലും കല്യാണത്തെക്കുറിച്ചും കെട്ടുന്ന പുരുഷനെ കുറിച്ചും ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. എനിക്കറിയാം. എന്തൊക്കെയാ മനസ്സിൽ? പറ. എന്നെ സ്നേഹിക്കണം, മനസ്സിലാക്കണം. എനിക്കൊരു കൊച്ചു വീട് വേണം. പിന്നെ കഴുത്തിലൊരു താലി, സിന്ദൂരം വേണം. അതെന്റെ നിറയിൽ എന്നും ഉണ്ടാവണം. അങ്ങനെ ജീവിതത്തിൽ ചെയ്യാത്ത എന്തെന്ന് ചോദിച്ചാ ഒന്നുമില്ല. കൊലപാതകം ഒഴിച്ച് വേറെ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നും എനിക്ക് വേണ്ടി അറിഞ്ഞില്ല. ഏത് തെറ്റ് ചെയ്യുമ്പോഴും നമ്മളൊരു ന്യായം കാണും, അല്ലേ? അമ്മയ്ക്ക് വേണ്ടി, അനുജന് വേണ്ടി, അനുജത്തിക്ക് വേണ്ടി ഈ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഒക്കെ ഫലം അവരനുഭവിക്കോ? അത് ചെയ്യണവര് തന്നെ അനുഭവിക്കണം. എന്ന് വെച്ചാ ആരനുഭവിക്കണ്ടേ? ഞാൻ അനുഭവിക്കണം. കൂടെ ഞാനും. നമുക്കുണ്ടാകുന്ന കുട്ടികളും അനുഭവിക്കണം, അല്ലേ? വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ കൊമ്പനെ എനിക്ക് വേണം. ഈ കൊമ്പ് മുറിച്ചിട്ട് ഇത് താഴ്ത്തി വെക്കണ എത്ര ഭാഷയെ പറയണു? അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓരോരോ ജന്മത്തിൽ ഓരോരുത്തർക്ക് ഓരോരുത്തരെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അവരെന്തെങ്കിലും കണ്ടുമുട്ടും. അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലെങ്ങാണ്ട് ജനിച്ച് ഈ മുഴുവാണി പത്രിപ്പാലക്കാരൻ ചന്ദ്രഹാസന്റെ ചങ്കില് ഇങ്ങനെ വന്നിറക്കിയോ? ചന്ദ്രനെ ഞാൻ ജീവിക്കാൻ പോകുന്നു. നമുക്കിനി ആരും വേണ്ട. എനിക്ക് നീയും, നിനക്ക് ഞാനും. അയ്യോ, നിന്നെ ഞാനൊന്നും കണ്ടിട്ടില്ലേ? ഒരു ഭാര്യയും ഭർത്താവും താമസിക്കുന്ന വീടാ. ഇവിടെ കേറി വരുന്നതിന് ചില മര്യാദ വേണം. ഇതുപോലെ ഞാൻ മുമ്പ് കാണാത്ത
സത്യമായിട്ടില്ല ചേച്ചി, ഞാൻ വെറുതെ പറഞ്ഞതാ. ചന്ദ്രേട്ടൻ ഒരു പെണ്ണിന്റെ മുഖത്തൊന്നും നോക്കിയിട്ടില്ല അല്ലേ? നോക്കിയിട്ടുണ്ട്. ഒരു പെണ്ണല്ല, ഒരുപാട് പെണ്ണുങ്ങളെ. പക്ഷെ ഇനി അതുണ്ടാവില്ല. ഞാൻ സമ്മതിക്കില്ല. വിജയ 24,800. ഉദയ അവനോടാ ഇപ്പൊ വരും. ലോഡ് കയറ്റിയോ? ലോഡ് രാവിലെ കയറ്റി. വന്ന് നിന്റെ മച്ചാനിപ്പോ വണ്ടിയും കിണ്ടിയും പണിയും തുണിയൊന്നും വേണ്ടതായ പുതുമോടികളല്ലേ കലക്കട്ടെ. കലക്കി കലങ്ങാതിരുന്നാ മതി. ഇനി ഗിരി സാറിന് വേണം ഒരു പെണ്ണ്. എല്ലാ പെണ്ണുങ്ങളും നമ്മുടെ അല്ലടാ. പിന്നെ എനിക്ക് മാത്രമായിട്ട് എന്തിനാ മോനെ ഒരു പെണ്ണ്? ആ ചന്ദ്രേട്ടൻ വന്നല്ലോ. വന്നോ? എന്താണ് എനിക്കിട്ടാണെന്ന് തോന്നുന്നൊരു താങ് ഇവിടെ നടക്കുന്നുണ്ടല്ലോ. നീ ആകെ അങ്ങോട്ട് കുതിർന്നിട്ടുണ്ടല്ലോടാ. വിട്. വണ്ടി ലോഡ് കയറ്റി കിടക്ക. നീ പോണില്ലേ? ശരിക്കും പറഞ്ഞാ പോവാൻ തോന്നണില്ല. ഞാൻ ഇനി ആപ്പീസ് കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ അങ്ങ് കൂടിയാലോ. ഇതാണ് ഉണ്ട കാണാത്തവൻ ഉണ്ട കണ്ടപ്പ കണ്ട ഉണ്ട വൈകുണ്ട. ഇത് വെറും കണ്ട ഉണ്ടയല്ലടാ, കാണാത്തൊരുണ്ടയാ. എന്താ സ്വർണം കൊണ്ടുണ്ടാക്കിയതാ? അത് ഇവന് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ വിജയ? എടാ, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കുമ്പോഴേ ഇതുവരെ കണ്ട ഉണ്ടെന്നും അല്ല ആ ഉണ്ടാന്ന് മനസ്സിലാവുക. ഓ, ഇവൻ ഇങ്ങനെ മയങ്ങിപ്പോന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. കുറച്ച് ദിവസം കൊണ്ട് അവൻ ഏതാണ്ട് ആനക്കൊക്കെ ചങ്ങലിട്ടതുപോലെയായി. ശരിയായിരിക്കാം, പക്ഷെ അതൊരു സ്നേഹത്തിന്റെ ചങ്ങലയാ. അനുഭവിക്കുമ്പോഴേ അതിന്റെ സുഖം അറിയും. അതെ, അതൊക്കെ എനിക്ക് മനസ്സിലാവും. വാ പോവാം. പോട്ടെ. നീ സൂയിക്ക്. എടാ, അവനെ സൂക്ഷിച്ചോളണം, അവൻ ഒളിഞ്ഞു നോക്കും. കുറച്ചു നേരമായി ഞാൻ നിന്റെ അടിയും തോടെയൊക്കെ ഒന്ന് കാണുകയല്ലായിരുന്ന. ചന്ദ്രനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും നല്ല പെണ്ണ് വീട്ടിൽ ഇരിക്കുമ്പോ പണിക്ക് പോകാൻ തോന്നുന്നു. ഗിരിയേട്ടൻ ചന്ദ്രേട്ടൻ ഉള്ളപ്പോ എനിക്ക് ഇവിടുത്തെ ജോലിയുണ്ട്. നീ അടിച്ചോടി. ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നോണ്ട് എന്താ? അതിനിപ്പോ ചന്ദ്രൻ ഒന്നും പറയാൻ പോണില്ല. ഞങ്ങൾ ഒരു മനസ്സുള്ളവരാ. ഒരു പായയിൽ ഉറങ്ങി ഒരു പാത്രത്തിലുണ്ടവരാ. വഴിമാറ്, എനിക്ക് അങ്ങോട്ട് പോണം. നീ പൊയ്ക്കോടി. തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നൊരു മണമുണ്ട് കേട്ടോ എനക്ക്. ഗിരിയൻ ഇവിടെ ഉണ്ടോ? അകത്തുണ്ട്. നിനക്ക് എത്ര ആള് വേണോടി? ചന്ദ്രനെ മാത്രം പോരാ നിനക്ക്? അനാവശ്യം പറയരുത്. എന്റെ പുരുഷൻ അകത്തിൽ കേട്ടി വെച്ചിരിക്കണത് എന്റെ ആവശ്യത്തിനാടി. എന്റെ പുരുഷനെ ആരും ക്ഷണിച്ചോണ്ട് വന്നല്ല, അയാൾ വന്നു കയറിയതാ. വന്നു കയറി ഏതാണ് ഇനി പാൽ വെച്ച് കൊടുക്കോടി? എന്റെ വീട്ടിൽ തോന്നിയാസം പറഞ്ഞു കൊല്ലൊടിച്ച് ഞാൻ തീർത്തിക്കും. ഒന്നുകൂടി കൊടുക്കാവുള്ള കാരണത്ത് നായിന്റെ മോള് ചവിട്ടന്റെ നാവിനാൻ കലക്കും. ഞാനും ഇന്നേപോലെ പല ഇടപാടുകളും ഉണ്ടാവും. അതിന് നിരക്കുന്ന ഇഷ്ടം. കല്യാണം കളിക്കാണ് പറഞ്ഞു 2 കൊല്ലം കൂടെ നടന്നിട്ട് എന്നെ വഴിയാതാറാക്കി നിങ്ങൾ ഇവളോടെ കൂടെ പോയാൽ നിങ്ങളെ മുന്നിട്ട് കിടന്ന് ഞാൻ ചാവോ? എന്നാ നീ ഇപ്പോഴേ ചത്തോ? ഇവള് ചാവണോന്ന് കാണട്ടെ. വാ, തന്നെ ഒരു ചൂലുകൊണ്ട് നീ എന്നെ നിർത്തോ? ഞാൻ അതിന്റെ കാര്യം ആദ്യം അവനോട് പറഞ്ഞത്. നിന്നെ തൊടാനുള്ള ആദ്യം ഞാൻ ജനിക്കാടി. ഓ പിന്നെ ലോറിക്കാരോടെ ജീവിച്ചോളാം. വലിയ പാതിപ്രതമേന്ന്. ഞാനൊരു പാവാണ്, എന്നെ ഉപേക്ഷിക്കരുത്. ഓടി, ഇന്നത്തോടെ കഴിഞ്ഞു നീ ഞാനായിട്ടുള്ള ബന്ധം.